വെൽക്കം ബാക്ക് ടു കേരള ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ വാർത്തയിൽ ഒരുപാട് കാണുന്ന ഒരു സാധനമാണ് ഡയർ വോൾസ് ഡി എക്സ്റ്റിങ്ഷൻ എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ 12,000 അല്ലെങ്കിൽ 13,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവി വീണ്ടും ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വാർത്തയിൽ കാണുന്നു? അപ്പോൾ അതെന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം പഠിക്കേണ്ട വാക്ക് ഡി എക്സ്റ്റിങ്ഷൻ എന്നുള്ള വാക്കാണ്. ഡി എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്റ്റ് ആയി പോയ, വംശനാശം സംഭവിച്ച ഒരു ജീവിയെ വീണ്ടും ജീവിപ്പിക്കുക. അതിനെയാണ് ഡി എക്സ്റ്റിങ്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം ആവുന്നത്. ഡി എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിച്ചു, അതിനെയാണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഡൈനോസോർസ് എക്സ്റ്റിങ്ക്റ്റ് അല്ലേ, അപ്പൊ മാമോത്ത്, വൂലി മാമോത്ത് എക്സ്റ്റിങ്ക്റ്റ് അല്ലേ. അപ്പൊ ഇപ്പോൾ നിലവിൽ അത് വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ്. അതിനെ വീണ്ടും നമ്മൾ പുനർജീവിപ്പിക്കുക എന്നുള്ള ഒരു ലോജിക്കല് വരുന്ന ഒരു വാക്കാണ് ഡി എക്സ്റ്റിങ്ഷൻ. അപ്പൊ ഏകദേശം 10 വർഷത്തോളം ആയിട്ട് കുറെ സയന്റിസ്റ്റുകൾ ഈ ഒരു ഡി എക്സ്റ്റിങ്ഷൻ പ്രോസസ് അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയ സ്പീഷീസിനെ റിവൈവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയുമായിട്ട് ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ ഒരു പ്രോസസ്സിന് ചെറിയൊരു സക്സസ് വന്നിരിക്കുകയാണ്. അപ്പോൾ കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന കമ്പനി, അപ്പൊ ആ കമ്പനിയുടെ പേര് കൂടെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ ഈ ഒരു ഡി എക്സ്റ്റിങ്ഷനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സംഭവം അവർ ചെയ്തിരിക്കുകയാണ്. അവരെന്താണ് ചെയ്തത്? ആദ്യം ഈ ഒരു ഈ ഡയർ വോൾസ് എന്ന് പറയുന്ന ഈ ഒരു ജീവിയുടെ DNA ഒരു ജീൻ സംഘടിപ്പിച്ചിട്ട് what they did is അവർ ആ ഒരു DNA ഒരു ഗ്രേ വോൾഫിന്റെ DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു, റൈറ്റ്. എന്നിട്ട് ആ ഒരു എംബ്രിയോ എന്ന് പറയുന്ന സംഭവം ഒരു ഡോഗ് മദർ, ഒരു സറോഗേറ്റ് ഡോഗ് മദറിന്റെ അകത്ത് അവരത് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുകയാണ്, ഡയർ വോൾഫ് കുട്ടിയെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ അത് 100% ഡയർ വോൾഫിന്റെ DNA ആണോ എന്ന് ചോദിച്ചാൽ അല്ല, 100% ഡയർ വോൾഫിന്റെ DNA അല്ല അത്. പക്ഷേ ഫോസിൽസ് റിട്രീവ് ചെയ്തിട്ട് ഏകദേശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയർ വോൾഫിന്റെ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തി ഉള്ള ആ DNA ക്ലസ്റ്റേഴ്സ്, റൈറ്റ്, ആ ഫോസിലിൽ നിന്നും റിട്രീവ് ചെയ്തിട്ട് അത് ഈ കമ്പനി എന്താണ് ചെയ്തത്? ഗ്രേ വോൾഫിന്റെ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ ഈ വംശനാശം സംഭവിച്ചു പോയ ഈ ജീവി ഉണ്ടല്ലോ, ഡയർ വോൾഫ് എന്ന് പറയുന്ന ജീവി. അപ്പൊ ഈ ജീവിയുടെ, ഈ വോൾഫിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിയായ ഗ്രേ വോൾഫിന്റെ ഒരു സെല്ലിലാണ് ഇവർ ഈ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. എന്നിട്ട് ഈ ഗ്രേ വോൾഫിന്റെ ഈ ഒരു എംബ്രിയോ നമ്മളൊരു സറോഗേറ്റ് ഡോഗ് മദർ അറിയാലോ, ആ കുഞ്ഞിന് ഇനി ഗർഭം ധരിക്കേണ്ട ഒരു ഡോഗ് മദറിൽ ഇവര് ഇത് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ഒരു വോൾഫ് കുട്ടി പിറന്നു. സോ ദാറ്റ് wolf is having characteristics of our dire wolf, right? അപ്പോൾ ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഡി എക്സ്റ്റിങ്ഷൻ എന്താണ്? സോ ഡി എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ് എന്നുള്ള സംഭവം നമുക്ക് ക്ലിയർ ആണ്. പിന്നെ അമേരിക്കയിലെ കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം റിസർച്ചേഴ്സ് ഇപ്പൊ ഡി എക്സ്റ്റിങ്ഷൻ ചെയ്തത് ഏത് സ്പീഷീസിന്റെ ആണ്? അപ്പോൾ അത് ഡയർ വോൾസ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഡയർ വോൾസിന്റെ ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ്, എന്താണ് വാർത്ത എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ആൻഡ് ഡി എക്സ്റ്റിങ്ഷൻ ഇസ് ഇൻ ന്യൂസ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ കോഴ്സ് ഒക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം 10th മെയിൻസ് സെക്രട്ടേറിയറ്റ് OAയുടെ റിസൾട്ട് വന്നില്ലേ, അപ്പോൾ അതിന്റെ മെയിൻസിന് പഠിക്കുന്നുണ്ടോ? ഓൾറെഡി കോഴ്സ് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് കേരള PSC എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ദേവസ്വം ബോർഡ് LTC, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ തുടങ്ങിയ കോഴ്സസ് എല്ലാം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ ഫാക്കൽറ്റി കോഴ്സ് ഒക്കെ അടിച്ചു കൊടുത്താൽ അതിനകത്ത് ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. ഐ ഹോപ്പ് യു നോ മൈ നെയിം, INUP AMA അനുപമ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇതുപോലെയുള്ള നോളജ് സീരീസ്, കറണ്ട് അഫയേഴ്സിലുള്ള ഓരോ ഫാക്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കി പോകുന്ന ഒരു നോളജ് സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ. എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ കയറുക. വിഷാണ്. വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി വിഷു. So take care of yourself and keep following Kerala Textbook.